ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്ന് 2 കപ്പ് അരി കൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിൽ വെറും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ചോറ് റെഡിയാക്കി എടുത്താലോ? അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നോക്കാം. കുക്കറിലാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടും. ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. നമ്മൾ മലയാളികൾ ഏത് തരം അരി ചോറ് വെച്ചാലും ഏറ്റവും പ്രിയപ്പെട്ടത് മട്ടരി ചോറ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഇത് വേവിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സാധാരണയായിട്ട് കലത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ച് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്ത് തിളപ്പിച്ച് അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇനിയിപ്പോൾ കറി ഇല്ലെങ്കിൽ കൂടി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ചോറ് എങ്ങനെ പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ മട്ടയരി 2 കപ്പ്, അത് 250 ml ആ ഒരു കപ്പ് ഉണ്ടല്ലോ, അതിൽ ഞാൻ 2 കപ്പ് അളന്നെടുത്തിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുക്കുന്ന സമയത്തുണ്ടല്ലോ 2 പ്രാവശ്യം ഞാൻ കഴുകിയതിന് ശേഷം 3-മത്തെ ആ ഒരു വെള്ളം ഒഴിച്ച് കഴുകിയത് അത് ഞാൻ കളയുന്നില്ല കേട്ടോ. അരി കഴുകിയ വെള്ളം കൊണ്ട് ഒരുപാട് നമുക്കത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഞാനിത് അരി കഴുകിയ വെള്ളം മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു 4-5 പ്രാവശ്യം കഴുകിയ അരി ഞാനത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പിന് 2.5 കപ്പ് അളവിന് ഞാൻ 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളം അളന്നെടുക്കുന്നത്. അപ്പോൾ 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആ ഒരു കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് അളവിന് തേങ്ങ, ഞാൻ ചിരകിയ തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5-6 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, 1 ടീസ്പൂൺ ഉലുവയും, 1/2 ടീസ്പൂൺ നല്ല ജീരകവും, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചതിന് ശേഷം വെയിറ്റൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ. മൂടി വെച്ചതിന് ശേഷം സ്റ്റൗ ഒന്ന് കത്തിച്ച് കുക്കർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ ആവിയൊക്കെ വരുന്ന സമയത്ത് നമുക്കതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറഞ്ഞത് ഒരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ചോറ് റെഡി ആവുന്ന സമയം കൊണ്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരിവെള്ളം കൊണ്ടിട്ടുള്ള എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നൊന്ന് നോക്കിയാലോ. ഒത്തിരി ഉപയോഗങ്ങളുണ്ട് കേട്ടോ അരി കഴുകിയ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം ഞാനിത് ആ ഒരു 3, 4, 5 പ്രാവശ്യമൊക്കെ കഴുകിയതുണ്ടല്ലോ, ആ വെള്ളമാണ് കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി ഡൈല്യൂട്ടഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇതുപോലെ ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും ഒക്കെ നമുക്കിത് തളിച്ചു കൊടുക്കാം. അരി കഴുകിയ വെള്ളത്തിലുണ്ടല്ലോ ഫോസ്ഫറസ്, കാൽഷ്യം പോലുള്ള നാച്ചുറൽ മിനറൽസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ പ്ലാന്റ്സിൻ്റെ ഒക്കെ വളർച്ചയ്ക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു മൈൽഡ് അസിഡിക് ആയതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ആ ഒരു pH ലെവൽ ബാലൻസ് ചെയ്യാനും അതുപോലെ ഹെൽത്തി ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും, ആ ചെടികളുടെ ഹെൽത്തി ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഈ ഒരു അരിവെള്ളം സഹായിക്കുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് സാധാരണ ബേക്കിംഗ് സോഡയൊക്കെ വെച്ചിട്ട് കഴുകാറാണ് പതിവ്. അപ്പോൾ ഈ ഒരു അരിവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പുറമേയുള്ള ആ ഒരു പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചിട്ട് ആ ഒരു റെസിഡ്യൂ ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു അരിവെള്ളം സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കുക. ആദ്യം തന്നെ അരിവെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നല്ല ഫ്രഷ് വാട്ടറിൽ നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് കിട്ടുന്നതാണ്. വെറുതെ കളയുന്ന അരിവെള്ളം കൊണ്ടിട്ട് ഇത്രയും ഗുണങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇനി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇങ്ങനെയൊന്ന് അരിവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാൻ മറക്കല്ലേ കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചായ കുടിച്ച് കറ പറ്റിയിട്ടുള്ള ഗ്ലാസ്സുകളോ സെറാമിക് കപ്പുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിവെള്ളത്തിലൊന്ന് മുക്കി വെച്ചതിന് ശേഷം കൈകൊണ്ട് തന്നെ ഒന്ന് ഉരಸಿ കഴുകുകയാണെന്നുണ്ടെങ്കിൽ എത്ര കടുത്ത കറകളാണെന്നുണ്ടെങ്കിലും ഇളക്കി കളയാൻ പറ്റും.
അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിവെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് തെച്ചൊരച്ച് കഴുകി നോക്കൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ അത് വെട്ടിത്തിളങ്ങുന്നതായിരിക്കും. ഇനി അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ സ്പൂണുകൾ, ഗ്ലാസ്സുകൾ, അതുപോലെ കത്രിക ഇങ്ങനെയുള്ളതെല്ലാം തന്നെ നമുക്ക് അരിവെള്ളത്തിൽ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണക്കറയൊക്കെ ഉണ്ടെങ്കിൽ അതും പശയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നതാണ് കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ സാധാരണ കഴുകുന്നത് പോലെ ഒന്ന് തേച്ചൊരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇതിലെ അഴുക്കെല്ലാം മാറി വെട്ടിത്തിളങ്ങുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. നമ്മൾ സാധാരണ ഫ്രിഡ്ജിലൊക്കെ ഇറച്ചി, മീൻ ഇങ്ങനെയുള്ളതൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് ഇതുപോലെ കട്ട പിടിച്ചിരിക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ പാചകം ചെയ്യാനെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിൽ നിന്ന് അത് വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അതും അരിവെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ അരി കഴുകിയ വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ഐസ് കട്ടയായിട്ടിരിക്കുന്ന മീനോ ഇറച്ചിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്കൊന്നും മുക്കി വെച്ച് 2-3 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നിന്ന് വിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ താഴേന്നൊക്കെ, അതായത് വെള്ളത്തിൽ കുതിർന്നിരിക്കുമ്പോൾ അതിൽ നിന്നും അടർത്തി എടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ അരിവെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങളാരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രീസറിലൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇതുപോലുള്ള ഇറച്ചി, മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഐസ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അധികം ടെൻഷനൊന്നുമില്ല. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ ചോറ് റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെന്തായി എന്ന് നമുക്ക് നോക്കാം. 3 വിസിലടിച്ചതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് സാധാരണ പോലെ തന്നെ അതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല കറക്റ്റ് പാകത്തിനുള്ള ചോറ് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതിലുള്ള വെള്ളം എല്ലാം വറ്റിപ്പോയിട്ടുണ്ട്. മാത്രമല്ല അടിയൊന്നും പിടിച്ചിട്ടില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട്. അതും നല്ല വിട്ട് ഇരിക്കുന്ന രീതിയിലുള്ള ചോറാണ് കിട്ടിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറാണ് കേട്ടോ. അപ്പോൾ ഇത് ചോറിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ രീതിയിൽ ഇന്ന് ചോറുണ്ടാക്കിയതാണ് കാണിച്ചു തന്നത്. അതും കുക്കറിൽ വളരെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയത്. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നല്ലൊരു ബീഫ് കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കിടു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ചോറിൻ്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ രീതിയിൽ കുക്കറിൽ പറഞ്ഞ ടിപ്സുകളൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തിയിട്ട് കുക്കറിലൊന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസായിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.